പ്രജിതേ, നമ്മുടെ ആശാ വർക്കർമാരെ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് 100 ദിവസം വരെ കഴിഞ്ഞു. ഇവിടെ ഈ ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണോ എന്ന് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാർ വരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പെൻഷൻ കൊടുക്കാൻ കാശില്ല, പിന്നെ ലൈഫ് മിഷന്റെ പദ്ധതി മുടങ്ങി കിടക്കുന്നു. സർക്കാരിന്റെ 4ാം വാർഷികത്തിന് ദൂർത്തടിക്കാൻ കാശ് ആവശ്യത്തിനുണ്ട്. എൻ്റെ തല, എൻ്റെ മരുമോന്റെ തല, എൻ്റെ ബാക്കി ഏതൊക്കെ ആൾക്കാരുണ്ടോ അവരെയൊക്കെ തല, അതിന് ഫ്ലെക്സിമേൽ ഫുൾ ഫിഗർ എൻ്റെ മാത്രം അല്ലെ, എൻ്റെ കുടുംബത്തിന്റെ. അപ്പൊ ഇതിനൊക്കെ കാശുണ്ട്. ഇപ്പൊ കേൾക്കുന്ന ഒരു വർത്തമാനം, ബാലഗോപാല് കടമെടുക്കാൻ പോവുകയാണ് വീണ്ടും 3000 കോടി. പൈസ ഇല്ല ചേട്ടാ. പെൻഷൻ കൊടുത്തിട്ടില്ല ഇതുവരെ ആൾക്കാർക്ക്. ഖജനാവിനെ പൂച്ച വിട്ടു. പിന്നെ ഒരു സംഗതി പറയണ്ട്, പിന്നെ നമ്മുടെ ലെജൻഡ് ഡോക്യുമെന്ററി അല്ലെ, ലെജൻഡ് ഡോക്യുമെന്ററി അതിന് ലക്ഷങ്ങൾ. അതെ, അകമ്പടി വരുന്ന മറ്റേ പാട്ട്, സിനിമയുടെ പശ്ചാത്തല സംഗീതം പോലത്തെ പാട്ട്, ഇതൊക്കെ തയ്യാറാക്കി അവർക്ക് DAയും കൊടുത്തിട്ടില്ല. ഇല്ല, DA ആയിട്ടില്ല. ചേട്ടന്മാർ കരഞ്ഞോണ്ടിരിക്കുവാ, ഞങ്ങൾ പാട്ട് എഴുതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഡോക്യുമെന്ററി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നു. സഖാക്കൾ ഇപ്പൊ ആകെ ഞെരുവിരി കൊള്ളുകയാണ്. ഇത് ചെയ്ത സഖാക്കളെ, കായുള്ള സഖാക്കൾ കഴുത്തിന് കുത്തിപ്പിടിക്കുക. മര്യാദക്ക് പൈസ വഞ്ചേരണം കേട്ടാ. ഇടയ്ക്ക് അങ്ങനെ ഓരോ പണികളൊക്കെ നല്ലതാ. കാരണം എന്താണെന്നറിയോ, ഇവരുടെ ഈ വ്യക്തിപൂജയും കാര്യങ്ങളും മാത്രമല്ലല്ലോ, സംസ്ഥാനത്ത് ഭരണം നടക്കണം. സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മന്ത്രിസഭയാണ്. നമ്മളതിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞ് നമുക്ക് വായ കഴിക്കുന്നല്ലാണ്ട് നാവ് തഴമ്പിക്കല്ലാണ്ട് വേറൊന്നും ഉണ്ടാവുന്നില്ല. ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി 9ഉം വേണ്ട, കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, എന്നിട്ടിങ്ങനെ കാണിക്കുന്നു ഇടതുപക്ഷം, ശരിപക്ഷം, ഹൃദയപക്ഷം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൃദയപക്ഷമാണ്, ഹൃദയമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അത് സ്വന്തം വീട്ടുകാർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് അദ്ദേഹം വന്നിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ അതിനെല്ലാം ഘടകവിരോധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ സംഭവിച്ചു പോകുന്നത്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വോട്ടെടുപ്പ്, അതല്ലാതെ ശരിയല്ലാത്ത മന്ത്രിമാരെ മാറ്റി നിർത്താനുള്ള രീതിയിലുള്ള ഒരു വോട്ടെടുപ്പ് വരട്ടെ. ഈ മന്ത്രിസഭ ഒന്നടങ്കം താഴെ പോകും. ഇല്ലെന്ന് ചേട്ടൻ പറയാൻ പറ്റും. ഒരു പ്രോഗ്രസ് കാർഡ് വരട്ടെ, ജനങ്ങൾ അപ്പൊ തന്നെ യാതൊരു തരത്തിലുമുള്ള പ്രചരണങ്ങൾ പാടില്ല. അതെ, ആദ്യം അത് തന്നെ പോകേണ്ടി വരും. തലയിരിക്കുമ്പോൾ വാലാടരുതെന്നാണല്ലോ. ഇപ്പൊ ചെയ്യാൻ ചില കാര്യങ്ങൾ ചില മന്ത്രിമാർക്കായാലും താല്പര്യമുണ്ടാകും, പക്ഷെ അതൊന്നും നടക്കില്ല. കാരണം ഇതിലെല്ലാത്തിലും കൈയിട്ട് വാരുന്നുണ്ട്. ഇപ്പൊ തദ്ദേശത്തിൽ റിയാസ് വന്ന് കൈയിട്ട് വാരിയതിന്റെ അടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞതും ഒക്കെ. രാജേഷിന്റെ പടം എവിടെയെങ്കിലും വന്നു? നിങ്ങൾ എന്തേ പറയുന്നത്? റീൽസ് ഒക്കെ ഇനിയും കൊടുക്കും. എയുടെ റീൽസ് ഇറക്കി അവരെ തിരിച്ച് ഉള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലതാണ്. എന്തായാലും റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ വഴിയാണ് ജൂൺ 3-ന് ഈ പറയുന്ന കടമെടുപ്പിനുള്ള പ്രോസസ്സൊക്കെ നടത്താൻ പോകുന്നത്. 3000 കോടി രൂപ തന്നെയാണ് ചേട്ടൻ പറയുന്നത് പോലെ തന്നെ ഇവർ എടുക്കാൻ പോകുന്നത്. ഈ 3000 കോടി രൂപ എടുത്തിട്ട് ഇവരെ എന്തോ ചെയ്യാനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഈ കോടികളെല്ലാം പല തവണകളായിട്ട് വാങ്ങിച്ചെടുക്കുകയല്ലാതെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പദ്ധതി പൂർണ്ണമായിട്ട് നടപ്പാക്കിയോ എന്ന് ചോദിച്ചാൽ അതില്ല. എത്രയോ കുടുംബങ്ങൾക്ക് ഒരു ഉപകാരമാവുന്ന പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ. അതെവിടെ കിടക്കുന്നു? അല്ലെ, ഈ പറയുന്ന CM രവീന്ദ്രനും M ശിവശങ്കറും ഒക്കെ അടങ്ങുന്ന ഗ്യാങ്ങിന്റെ പലതരത്തിലുള്ള വിഷയങ്ങൾ അതിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ വിഷയങ്ങളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എത്ര കാര്യങ്ങൾ ഇവിടെ മുടങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരുണ്യ പദ്ധതിയുണ്ട്, ഈ പറയുന്ന ബധിരരും മൂകരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായ വിതരണങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ ഈ വാർത്തകളൊക്കെ എവിടെയെങ്കിലും പത്രത്തിൽ ഒരു കോളമെങ്കിലും വരുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്തും. അതൊക്കെ വളരെ തുച്ഛമായ തുകയാണ് കൊടുക്കുന്നത്. ആ തുച്ഛമായ തുക പോലും ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാരുണ്യ മെഡിസിൻ കൊടുക്കുന്ന സ്ഥലമുണ്ട്, കാരുണ്യ പദ്ധതിയുടെ. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മരുന്നും ഇല്ല. മരുന്നിന് ഭയങ്കര ക്ഷാമമാണ്. ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? ഈ പൈസ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ ഏറ്റവും അടുത്ത് ഹൃദയവേദനയ്ക്കുള്ളത്, അങ്ങനെയൊക്കെയുള്ള ആവശ്യം വേണ്ട മരുന്ന്, ഡയബറ്റിക് രോഗികൾക്കുള്ളത്. ചേട്ടാ, ഏറ്റവും കുറഞ്ഞത് പനിക്കുള്ള മരുന്ന് പോലും ചോദിച്ചാൽ ചില സമയം അവിടെ ഇല്ല. ഒരു ഡോളോ പോലും ചില സമയങ്ങളിൽ ഇല്ല. ചെവി വേദനയ്ക്കുള്ള മരുന്ന് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല. ഇതൊക്കെ അനുഭവസ്ഥരാണ് പലരും, അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാം, മരുന്ന് വാങ്ങണമെങ്കിൽ
അതല്ലാത്ത കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ജന ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിന്ന് ഒരു മനുഷ്യൻ ആ കൗണ്ടറിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴായിരിക്കും ഇവർ നോക്കിയിട്ട് ഒരു ലിസ്റ്റിംഗ് പറയും, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡോക്ടർ എഴുതിയ 10 ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ബാക്കി വെളിയിൽ നിന്ന് വാങ്ങണം. എവിടെയാണ് ജനങ്ങൾക്ക് ഉപകാരമാകുന്നത്? നമ്മുടെ ജീവൻ നിലനിർത്തുണ്ടെങ്കിൽ വാങ്ങിക്കാതെ നിവൃത്തി ഉണ്ടാവില്ല. അപ്പോ കാണുന്നതിന്റെ പൈസ മാത്രമല്ല, അതായത് ഒരു ഡോക്ടറെ പുറത്ത് പോയി കാണണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ട ഒരു കൂടുതൽ കുറവ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശമ്പള പെൻഷൻ ഇപ്പോൾ ഈ കടമെടുക്കുന്നത് ശമ്പള പെൻഷൻ വിതരണത്തിനാണ് എന്നാണ് പറയുന്നത്. ഏപ്രിൽ 29-ന് 2000 കോടി കേരളം കടം എടുത്തിട്ടുണ്ട്, ഓൾറെഡി എടുത്തിട്ടുണ്ട് ഏപ്രില്. അത് പോരാണ്ട് മെയ് മാസം 4000 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ഇത് ഈ കോടികളൊക്കെ ഇവരെ എന്തോ ചെയ്യണം? ഇതൊക്കെ പല വഴിക്ക് വിനിയോഗിച്ചു കഴിഞ്ഞിട്ട് ഈ കൊടുക്കേണ്ട ആളുകൾക്ക് പണമില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേന്ദ്രം പൈസ തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ പല വഴിയാണെങ്കിൽ ഈ 2000, 3000, 4000 കോടി എടുക്കുന്നത് കേന്ദ്രത്തിന്റെ അറിവോടെയല്ലേ? തീർച്ചയായിട്ടും. കേന്ദ്രം ഇതിനെ കണക്ക് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള മന്ത്രിമാർക്കൊന്നും കൃത്യമായി കണക്ക് എഴുതാൻ അറിയില്ല, കണക്ക് പറയാൻ പറ്റില്ല. കാരണം വിനിയോഗിച്ചിരിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്. അത് വേണ്ടതല്ലേ? അവർ ചോദിക്കും. ഇപ്പൊ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ തരേണ്ട 937 കോടി രൂപ കേന്ദ്രം കൊടുത്തു. ആ കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോ ബബ്ബ എന്ന് പറയുകയാണ്. കണ്ണും പൂട്ടി എന്ത് പറഞ്ഞാലും കേന്ദ്രം തന്നില്ല. ഇത് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാണ്ട് ഈ കടം എടുക്കാൻ പറ്റുമോ? എന്റെ ഒരു സംശയം, ഇപ്പൊ ഇത് ക്ഷാമബത്ത കൊടുക്കാനും പെൻഷൻ വിതരണത്തിനും ഒക്കെ ആയിട്ടാണ് ഈ കടം എടുക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യത്തിന് കടം എടുത്താലേ നടക്കുള്ളൂ. കാരണം ഈ ഒരു സാധനം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ, മറ്റു കാര്യങ്ങൾ, അതിനു വേണ്ടി കടം. അപ്പം ബാക്കി എല്ലാത്തിനും ഒരു കാശുണ്ട്. അപ്പൊ ഇരിക്കപ്പണമെല്ലാം എടുത്ത് ഇവർ ദൂർത്തടിക്കുക. ഏറ്റവും ഒടുവിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന്റെ ഇടയിൽ ഏറ്റവും ഒടുവിൽ കണ്ടത് റോഷി അഗസ്റ്റിന്റെ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാൻ 35 ലക്ഷം രൂപ വേണമെന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നു. റോഷി അഗസ്റ്റിന് ആദ്യം ബാലഗോപാൽ അത് കൊടുക്കുന്നില്ല, ചുമ്മയാണ്, ആളുകളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം അത് അനുവദിച്ചു. എന്നാൽ പിന്നെ അനുവദിക്കില്ല എന്ന് ഒറ്റ തീരുമാനത്തിലിരുന്നാൽ പറയാം. എന്താ റോഷി അഗസ്റ്റിൻ പറയുകയാണ്, എനിക്ക് മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാനായിട്ട് പണം തന്നില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് സഖാവേ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പോകും. ഇല്ല, റോഷി അഗസ്റ്റിൻ പാർട്ടി വേറെയാണ്, സഖാവെന്ന് വിളിക്കില്ല. പിന്നെ ഒരു സംഗതി കൂടി പറയാം. ആ 2-3 ആഴ്ചക്ക് മുന്നേ നമ്മൾ തന്നെ സംസാരിച്ചൊരു വിഷയമുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഓഫീസ് മോടി പിടിപ്പിക്കാൻ എത്ര കോടി? എന്തിനാണ് ഈ കോടികളൊക്കെ ഇങ്ങനെ മുടക്കുന്നത്? പ്രജിതയ്ക്ക് ഒരു കാര്യം അറിയോ? ഒരു മാധ്യമ സ്ഥാപനം ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി വന്ന് മുള്ളുന്നു എന്ന് പറഞ്ഞാൽ അത് മോടി പിടിപ്പിക്കാൻ പൈസ എടുത്തു. പശുവിന് സംഗീതമുണ്ട്. ഈ പശു പാട്ട് കേട്ട് പാൽ ചുരത്തുന്ന പശു, അങ്ങനെ പാൽ ചുരത്തിയാൽ മാത്രമാണ് അതിന് കുറച്ചുകൂടി പോഷക ഗുണം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ചില കൊച്ചു പത്രക്കാരൊക്കെ ഉണ്ട്, ഒരു സിംഗിൾ മാൻ ഓപ്പറേഷൻ ആയിട്ടുള്ള പത്രക്കാർ, തീപ്പന്തം, സ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് പാവം പിടിച്ചവന്മാരെ ഒരു 50,000 രൂപ ബില്ലായിരിക്കും. ഈ സർക്കാർ കൊടുത്ത ഒരു ടെൻഡർ ആയിരിക്കും. ഇതിന്റെ ബില്ല് ചെന്നിട്ട് ഈ എബ്രഹാമിന്റെ അടുത്ത് പോയി ഒപ്പിട്ട് വന്നാലേ കിട്ടുള്ളൂ എന്ന് പറയും. അവൻ നടന്ന് ചെരുപ്പ് തേഞ്ഞാൽ പോലും ഈ ബാലഗോപാല പോവൂല. അല്ല, അവസാനം എന്തെന്നറിയോ? അയാൾ പിന്നെ ആവശ്യത്തിന് കടം മേടിക്കേണ്ടി വരും. എന്നിട്ട് കടം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞാലും KM എബ്രഹാം ഒപ്പിട്ട് കൊടുക്കൂല, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലും ഒപ്പിട്ട് കൊടുക്കൂല. പിന്നെ ഇവിടെ മറ്റേ അദ്ദേഹത്തിന്റെ റോഷി അഗസ്റ്റിന്റെ വീടിന് ക്ലിഫ് ഹൗസിൽ പശുവിന് കേൾക്കാൻ, പാട്ട് കേൾക്കാൻ, പിന്നെ വേറെ എന്തിനൊക്കെ ഇപ്പൊ വേറെ മന്ത്രിമാരുടെ പല്ല് പോലും കാണിക്കാന്, പല്ലിന്റെ ട്രീറ്റ്മെന്റിന് പോയിട്ട് അതിന് വരെ പൈസ. മന്ത്രിമാർക്ക് കണ്ണട വാങ്ങാനുള്ള പഴംപൊരി വാങ്ങിയതിന്റെ പൈസ വരെ വാങ്ങിച്ചെടുത്തവരാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ. 75,000 രൂപയല്ലേ ബിന്ദുവിന്റെ കണ്ണടയ്ക്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ചേട്ടാ, അത് കണ്ണട നോക്കണ്ട. ഞാൻ പറഞ്ഞ ചായയും പരിപ്പോടെയും കഴിച്ചാൽ, അല്ലെങ്കിൽ ചായയും പഴംപൊരിയും കഴിച്ചിട്ട് അതിന്റെ ബില്ല് എഴുതിയെടുക്കണ മന്ത്രിമാരെന്ന് പറഞ്ഞു. കോഫി ഹൗസ് അടുത്ത് തന്നെ ഉണ്ട് സെക്രട്ടേറിയറ്റിൽ. എനിക്കറിയാം, നോർത്ത് ബ്ലോക്കിന് അടുത്ത് തന്നെ കോഫി ഹൗസ് ഉണ്ട്. നല്ല അസൽ പഴംപൊരി കിട്ടും, നല്ല അസൽ ചായയും കിട്ടും. അപ്പൊ 2 കൂടുതൽ കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ പൈസയും കൂടി എഴുതി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാണം കെട്ട പരിപാടിയാണ്. സൂചിക്കാൻ കിട്ടുന്ന ഒരു അവസരം 2 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ഫ്രീ ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? എന്തായാലും കൊള്ളാം. എന്തായാലും ഈ പറയുന്ന മെയ് 20-ന് വീണ്ടും 2000 കോടി എടുത്തിട്ടുണ്ട്. 27-ന് 2000 കോടി എടുത്തു. അങ്ങനെയാണ് 4000 കോടി മൊത്തത്തിലായത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ജൂൺ 3-ന് എടുക്കുന്ന 3000 കോടി രൂപ കൂടി കടമാകുമ്പോ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 900 അല്ല 9,000 കോടി 9,000 കോടിയിലേക്ക് എത്തുകയാണ്.
9,000 ഭരണം കോടിയിലേക്ക്. തീരുമ്പോ എത്ര കോടിയുടെ ആയിരിക്കും കടം വരുന്നത്? ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന് ഈ ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് അന്തിമ അനുമതിയൊക്കെ ലഭിച്ചതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി ലഭിച്ചത് 21,523 ആണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 8,276 കോടി രൂപ ഇത്തവണ കടമെടുക്കാം. എന്നിട്ടും കേന്ദ്രത്തിനെ പറയും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളൊക്കെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല. ഈ കണക്കെല്ലാം നിരത്തി വെച്ച് ഇതെല്ലാം പല വഴി ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എന്നിട്ടല്ലേ പറയുന്നത് ചേട്ടാ രാഷ്ട്രീയം ആയിക്കോട്ടെ, പക്ഷേ ഇത്രയും കണക്കുകളും സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ ഈ വിവരങ്ങളൊക്കെ ലഭിക്കുമെന്നിരിക്കെ ഈ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ നുണ പറയാനായിട്ട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഉളുപ്പില്ലേ?